സാധാരണയായിട്ട് നമ്മളൊരു പ്രോപ്പർട്ടി വിറ്റ് കഴിഞ്ഞാൽ അതിന് ക്യാപിറ്റൽ ഗെയിൻ വരാം. അങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ വന്നു കഴിഞ്ഞാൽ അതിന് ലക്ഷങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരാം. ഈ ടാക്സ് എങ്ങനെ നമുക്ക് ലീഗലി സേവ് ചെയ്യാം? ഹായ്, ഞാൻ മെൽവിൻ ജോസഫ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. നമുക്ക് കുട്ടപ്പൻ ചേട്ടന്റെ ഒരു കേസ് എടുക്കാം. കുട്ടപ്പൻ ചേട്ടന് ഒരു വീടുണ്ടായിരുന്നു. കുട്ടപ്പൻ ചേട്ടൻ തന്റെ വീട് 1 കോടി രൂപയ്ക്ക് വിറ്റു. ആ വീടിന്റെ കോസ്റ്റ് 50 ലക്ഷം രൂപയായിരുന്നു. ഇവിടെ കുട്ടപ്പൻ ചേട്ടന് വന്ന ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 50 ലക്ഷം രൂപ. സാധാരണയായിട്ട് ഇൻഡെക്സേഷൻ ഒന്നും കണക്കാക്കിയില്ലെങ്കിൽ 12% ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് ടാക്സ് വരുന്നത്. അപ്പൊ കുട്ടപ്പൻ ചേട്ടൻ അടയ്ക്കേണ്ടി വരുന്ന ടാക്സ് എന്ന് പറയുന്നത് ഏകദേശം 6.5 ലക്ഷം രൂപ. ഇവിടെ കുട്ടപ്പൻ ചേട്ടൻ ചെയ്ത ഒരു ടാക്സ് സേവിംഗ് മെത്തേഡ് എന്താന്ന് വെച്ചാൽ, കുട്ടപ്പൻ ചേട്ടൻ ഈ കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ അതായത് 50 ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് പുതിയൊരു വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ കുട്ടപ്പൻ ചേട്ടൻ അടക്കേണ്ടി വന്ന ടാക്സ് എന്ന് പറയുന്നത് വെറും 0. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമുക്കൊരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ആ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ വിറ്റ് കഴിഞ്ഞിട്ട് പുതിയൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല. ഇതിൽ ചില കണ്ടീഷനുകൾ പാലിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ എക്സംഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മൾ പ്രോപ്പർട്ടി വിറ്റ് 2 വർഷത്തിനുള്ളിൽ പുതിയൊരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ പുതിയൊരു ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യണം. ഇനി ഇൻ കേസ് നമുക്ക് പുതിയൊരു പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റിയില്ല, അങ്ങനെയാണെങ്കിൽ റിട്ടേൺ ഫയലിംഗ് ഡ്യൂ ഡേറ്റിന് മുന്നേ ആ കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ എമൗണ്ട് കൊണ്ടുപോയിട്ട് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ എക്സംഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആകെ ഒരു കണ്ടീഷൻ മാത്രമാണ്. ഇതിൽ വേറെ ചില കണ്ടീഷനുകൾ കൂടി പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവർ വാട്സാപ്പിൽ ക്യാപിറ്റൽ ഗെയിൻ എന്ന് ഒരു മെസ്സേജ് വിടുക. ഒരു ഡീറ്റെയിൽഡ് PDF പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് സെൻഡ് ചെയ്തു തരാം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു ഹൗസ് പ്രോപ്പർട്ടി വിറ്റ് കഴിഞ്ഞിട്ട് പുതിയൊരു ഹൗസ് പ്രോപ്പർട്ടി വാങ്ങുന്ന കാര്യമാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്, അത് വിറ്റതിന് ശേഷം നമുക്ക് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിന് ടാക്സ് എങ്ങനെ ലീഗലി സേവ് ചെയ്യാം എന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. ഇതുപോലെയുള്ള കണ്ടന്റ്സിനായി ഫോളോ ചെയ്യൂ.